നിങ്ങൾ അടുത്ത് ഓടിക്കാൻ പോകുന്ന കിയ, ടൊയോട്ട പോലത്തെ വണ്ടികളിൽ സെൽഫ് ഡ്രൈവിംഗ് ടെക്നോളജി ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? പറഞ്ഞുതരാം. ബേസിക്കലി കഴിഞ്ഞ ദിവസം കൺസ്യൂമർ ഇലക്ട്രോണിക് ഷോ അഥവാ CES എന്ന് പറഞ്ഞ ഇവന്റിൽ എൻവിഡിയ ഒരു ടെക്നോളജി പബ്ലിക്കലി റിലീസ് ചെയ്തു. പൊതുവെ ഒരു സെൽഫ് ഡ്രൈവിംഗ് കാർ, ഫോർ എക്സാമ്പിൾ നമുക്ക് ടെസ്ല തന്നെ എടുക്കാം. ഇങ്ങനത്തെ ഒരു കാറിൽ റോഡിൽ കൂടെ പോകണമെങ്കിൽ ആ കാറിൽ ഒരു മെഷീൻ ലേണിംഗ് മോഡൽ വേണം. ഈ മോഡലാണ് ബേസിക്കലി എപ്പോൾ ലെഫ്റ്റ് തിരിയണം, എപ്പോൾ റൈറ്റ് ചെയ്യണം, ബ്രേക്ക് ചവിട്ടണം എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. ആൻഡ് ഇങ്ങനത്തെ ഒരു മോഡൽ ട്രെയിൻ ചെയ്തെടുക്കാൻ ടെസ്ല പോലത്തെ കമ്പനി അവരുടെ ഒരുപാട് ലക്ഷക്കണക്കിന് വരുന്ന ഡ്രൈവേഴ്സിന്റെ കോടിക്കണക്കിന് കിലോമീറ്റർ ഓടിച്ച ഡാഷ് ക്യാം ഫുട്ടേജും മറ്റുമൊക്കെ കളക്ട് ചെയ്തിട്ട് അവരുടെ ഉള്ളിൽ ഇന്റേണൽ റിസോഴ്സസ് ഉപയോഗിച്ച് ഒരു മോഡൽ ട്രെയിൻ ചെയ്തെടുക്കലാണ്. ആൻഡ് ഇത് ഒരുപാട് ടൈമും ഒരുപാട് പൈസയൊക്കെ ചിലവുള്ള ഒരു പ്രോസസ്സാണ്. ആൻഡ് എല്ലാ കമ്പനിക്കും ഇതുകൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്നില്ല. ഇതുകൊണ്ടാണ് ടെസ്ല പോലെ കമ്പനികൾ ഇവിടെ മാർക്കറ്റ് ലീഡറായി നിൽക്കുന്നത്. പക്ഷേ എൻവിഡിയ കഴിഞ്ഞ ദിവസം ബേസിക്കലി അനൗൺസ് ചെയ്തത് റിയൽ വേൾഡ് ഡാറ്റയെ അത്യധികം ഒറിജിനാലിറ്റിയോടെ സിമുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡേറ്റ സെറ്റ് അവർ അവരൊരു ഇന്റേണൽ ടെക്നോളജി വെച്ച് റിലീസ് ചെയ്തു. ആൻഡ് ഓൾസോ ഈ ഡേറ്റ സെറ്റ് വെച്ച് ട്രെയിൻ ചെയ്ത ഫ്രണ്ടിയർ ലെവലിൽ വരുന്ന ഒരു മോഡലും അവർ റിലീസ് ചെയ്തു. ആൻഡ് ഈ രണ്ട് സാധനങ്ങളും അവർ ഓപ്പൺ സോഴ്സ് ആയിട്ട് റിലീസ് ചെയ്തത്. ഇങ്ങനെ റിലീസ് ചെയ്യുമ്പോൾ എല്ലാ ആൾക്കാർക്കും ഇതിന്റെ ഹോൾ കോഡും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ആൻഡ് അവർക്ക് ഇതിനെ ബെറ്റർ ആക്കി എടുക്കാനും പറ്റും. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഈ കമ്പനികളൊക്കെ എങ്ങനെയാണ് അഡോപ്റ്റ് ചെയ്യാൻ പോകുന്നത്? ബേസിക്കലി ഇത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു ടെക്നോളജി എൻവിഡിയ പോലത്തെ ഒരു കമ്പനി ഫ്രീ ആയിട്ട് കൊടുക്കുമ്പോൾ അവർക്ക് ഈ ടെക്നോളജി അവിടെ നിന്ന് തന്നെ അഡോപ്റ്റ് ചെയ്ത് അവരുടെ മെഷീൻസിൽ ഉപയോഗിക്കാൻ പറ്റും. ആൻഡ് എല്ലാ കാറുകളിലും സെൽഫ് ഡ്രൈവിംഗ് വരാനുള്ള ഓവറോൾ എക്സ്പെൻസ് ഭയങ്കരമായിട്ട് കുറയും. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എൻവിഡിയക്ക് എന്താ ലാഭം? ബേസിക്കലി ഈ പറഞ്ഞ ഡേറ്റയും ഈ പറഞ്ഞ എന്താ പറയുക, ഈ മോഡൽസ് ഒക്കെ എൻവിഡിയ അവൈലബിൾ ആക്കുമ്പോൾ ബേസിക്കലി ഈ ഒരു ടെക്നോളജിയുടെ അഡോപ്ഷൻ ഇൻഡസ്ട്രിയിൽ മൊത്തം കൂടും. ആൻഡ് AI അഡോപ്ഷൻ കൂടുമ്പോൾ ഈ AI ബേസിക്കലി ട്രെയിൻ ചെയ്യാനും എന്തെങ്കിലുമൊക്കെ ഒരു എഫേർട്ട് എന്തായാലും ഈ കമ്പനിയിൽ ചിലവാക്കണം, വളരെ ചെറിയതാണെങ്കിൽ പോലും. ആൻഡ് ആ കേസിൽ ഈ AI റൺ ചെയ്യാനും ട്രെയിൻ ചെയ്യാനൊക്കെ അവസാനം അവർ വാങ്ങിക്കാൻ പോകുന്ന എൻവിഡിയയുടെ ചിപ്സ് തന്നെയാണ്. ബേസിക്കലി അവർ ഇത്രയും വലിയൊരു ടെക്നോളജി ഓപ്പൺ സോഴ്സ് ആക്കുന്നത് കൊണ്ട് ആ ടെക്നോളജിയുടെ അഡോപ്ഷൻ കൂടുകയും അങ്ങനെ അഡോപ്ഷൻ കൂടിയ സ്ഥിതിക്ക് ആ എൻവിഡിയ ചിപ്സിന്റെ സെയിൽസ് തന്നെ കൂടുകയാണ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ്സ് എ ടോട്ടലി ഫൈൻ തിങ് ടു ഡു. ബേസിക്കലി ഗൂഗിൾ പണ്ട് ആൻഡ്രോയിഡിനെ ഓപ്പൺ സോഴ്സ് ആക്കിയിട്ടാണ് ഒരുപാട് ഫോൺ കമ്പനികൾക്ക് വലിയ സ്വന്തമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാതെ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഗൂഗിളിൽ നിന്ന് തന്നെ ഫ്രീ ആയിട്ട് അവർക്ക് മേടിക്കാൻ പറ്റുന്നത്. ആൻഡ് അൾട്ടിമേറ്റ്ലി അത് ഗൂഗിൾ തന്നെയാണ് ബെനിഫിറ്റ് ചെയ്യുന്നത്. നമുക്ക് എല്ലാവർക്കും ഫോണുകൾ കിട്ടിയെന്നുള്ളൊരു ഹ്യൂജ് ബെനിഫിറ്റിനപ്പുറം ഈ ഫോണുകൾക്ക് മര്യാദയ്ക്ക് ഉപയോഗിക്കണമെങ്കിൽ ഗൂഗിൾ പ്ലേ സ്റ്റോറിന്റെ ഒക്കെ ആവശ്യം വന്നു. ആൻഡ് ആ പേരും പറഞ്ഞ് ഗൂഗിളിന് ഈ കമ്പനീസ് ചെറിയ എമൗണ്ട് പേ ചെയ്തു. ഗൂഗിളിലെ വരുമാനം കൂടി കൺസ്യൂമേഴ്സും ബെനിഫിറ്റും ചെയ്തു. അതുമാതിരി തന്നെ എൻവിഡിയ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ബെനിഫിറ്റ് ആണ് വരുന്നത്. ആൻഡ് ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചിലപ്പോൾ നാളെ നിങ്ങളുടെ വണ്ടികളിലൊക്കെ ഇതേ സെൽഫ് ഡ്രൈവ് ടെക്നോളജി അപ്പിയർ ചെയ്യാം. ആൻഡ് ദാറ്റ്സ് എ ഗ്രേറ്റ് തിങ്, റൈറ്റ്? അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.